സോഷ്യൽ മീഡിയകളിലൊക്കെ തരംഗമായിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് ബഹുമാനപ്പെട്ട അൻസാർ സുഹരി ഉസ്താദ്. അറിയാത്ത ആളുകൾ ആരുണ്ടാകില്ല. പരിശുദ്ധമായ ഇസ്ലാമിനെ വലിച്ചു മാന്താൻ വേണ്ടി വരുന്ന ആളുകൾക്ക് വെല്ലുവിളിയായിട്ടാണ് ഇന്ന് അൻസാർ സുഹരി ഉസ്താദ് നല്ല സൗമ്യമായ നിലക്ക് അവർക്ക് ഇസ്ലാമികമായ എല്ലാ വിഷയങ്ങളെയും പറഞ്ഞു കൊടുക്കുകയും അതുമായി ബന്ധപ്പെട്ട് അവരെ ആകർഷിപ്പിക്കുകയും ചെയ്യുന്ന ഏറ്റവും വലിയ മനുഷ്യരാണ് ബഹുമാനപ്പെട്ട അൻസാർ സുഹരി ഉസ്താദ്. എല്ലാ ആളുകളും, ഹിന്ദുക്കളും മുസ്ലിമീങ്ങളും ക്രൈസ്തന്മാരും എല്ലാ ആളുകളും ഇന്ന് ബഹുമാനപ്പെട്ട അൻസാർ സുഹരി ഉസ്താദിൻ്റെ ഓരോ വിഷയങ്ങളെ കാത്തുകൊണ്ടിരിക്കുകയാണ്. ബഹുമാനപ്പെട്ടവർ ഇന്നലെ കൊടുത്തൊരു മറുപടിയാണ് ഈ മറുപടി. നിങ്ങളെല്ലാ ആളുകളും ഈ മറുപടി ഒന്ന് കേട്ടു നോക്കാം. മുസ്ലിമീങ്ങളുടെ പച്ച മാംസം കൊത്തിവലിക്കാൻ വേണ്ടി എന്തെല്ലാം വിധത്തിൽ കഴിയുന്നുണ്ടോ അതെല്ലാം അധ്വാനിക്കാണ്. എന്തൊക്കെ മുസ്ലിമീങ്ങളിൽ നിന്ന് എടുക്കാൻ കഴിയുന്നുണ്ടോ അതെല്ലാം എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുന്ന ആളുകളാണ് മുസ്ലിമീങ്ങളായ ആളുകളുടെ വിരോധപക്ഷത്തിൽ നിൽക്കുന്ന ചില ആളുകൾ. എല്ലാ ആളുകളൊന്നും ഞാൻ പറയുന്നില്ല, ചില ആളുകൾ എന്ത് പറ്റിപ്പോയി എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഏതായിരുന്നാലും ഈ വീഡിയോ ഒന്ന് നിങ്ങൾ ഉസ്താദിൻ്റെ ഈ വീഡിയോ ഒന്ന് ശ്രദ്ധിച്ചു നോക്കും. ഇതുപോലത്തെ ചുട്ട മറുപടികൾ കൊടുത്താൽ മാത്രമേ അവിടെ നാക്ക് അടങ്ങുക. ആൺപിള്ളേർക്ക് 8-10 പിള്ളേരുണ്ടാകുമ്പോ ക്രിസ്ത്യാനികൾക്ക് 5, 1, 1.5 ആയിട്ട് നിൽക്കുക. അതിന് മാറ്റം ഉണ്ടാകണം. നേതാക്കന്മാർക്ക് അത് പറ്റണം, ബിഷപ്പുമാർക്ക് പറ്റണം, പാസ്റ്റർമാർക്ക് പറ്റണം. നിങ്ങൾ നിങ്ങളുടെ അണികളെ വിളിച്ചിട്ട് പറയണം, ഇതിങ്ങനെ സമൂഹം ഇല്ലെന്നായി പോവുകയാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് 4-5 മക്കളുണ്ടാകണം. ആദ്യത്തെ 1-2 കാരണന്മാര് അതിന്റെ സംരക്ഷണം ഏറ്റെടുത്ത ബാക്കിയുള്ളതിന് എല്ലാ ചെലവുകളും സഭാ നേതൃത്വം കൊടുക്കണം. കൊടുത്തേ പറ്റുള്ളൂ. ഫണ്ട് റൈസ് ചെയ്യണമെങ്കിൽ അത് നിങ്ങൾ പറഞ്ഞാൽ ജനം ഫണ്ട് തരും. അവരുടെ ഹോസ്പിറ്റലുകളിൽ ഈ 3, 4 ഒക്കെ പ്രസവം വരുമ്പോൾ അത് സൗജന്യമായിട്ട് ചെയ്തു കൊടുക്കണം. എന്റെ പൊന്നാറച്ചായ, ഇതിനകത്തൊന്നും ബിഷപ്പിന്റെ ആഹ്വാനമോ സഭയുടെ സപ്പോർട്ട് ഒന്നും വേണ്ട. സ്ഥിരമായി തിന്നുന്ന ഉണക്കമീനും കപ്പയൊക്കെ ഉണ്ടല്ലോ, അങ്ങോട്ട് മാറ്റി വെക്കുക. ഇതുപോലെ ഈന്തപ്പഴത്തിന്റെ അകത്ത് ബദാം വെച്ച ഡ്രൈ ഫ്രൂട്ട്സ് ഇല്ലേ, അത് കഴിക്കുക. അതുപോലെ തന്നെ മാതളനാരങ്ങ, ഇപ്പൊ മാതളത്തിന് 140 രൂപ ഉള്ളു വില. ഇഷ്ടംപോലെ മുതലുണ്ടല്ലോ, മേടിച്ച് തിന്നുക. വീട്ടിലോട്ട് പോവാ. ഇതൊക്കെ ആവശ്യമുള്ളതേ. നല്ല ഭക്ഷണം കഴിക്കുക, നന്നായിട്ട് ജീവിക്കുക, മറ്റുള്ളവരെ ഓർത്ത് ആശങ്കപ്പെടാതിരിക്കുക, മനസ്സെപ്പോഴും ഹാപ്പിയാകുക. വീട്ടിൽ വരുമ്പോൾ ഭാര്യനെയും മക്കളെ കാണുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവും. നമ്മൾ മറ്റുള്ളവർക്ക് മക്കളുണ്ടാകുന്ന ആ ഒരു സങ്കടത്തെ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസം പോലും പ്രത്യുൽപാദനത്തിനുള്ള ഒരു ആഗ്രഹം തൊലയൊന്നും വരത്തില്ല. എന്നെ കണ്ടില്ലേ, എല്ലാം ഒന്നാന്തരം മാതം എത്തുന്നുണ്ടിരിക്കുന്നു. അതുപോലെ ഈന്തപ്പഴം കടന്നാൽ കൂടിയ ഈന്തപ്പഴം, ഉണക്ക ഈന്തപ്പഴം കിട്ടും. അത് ഇന്ന് അനക്കാട് നല്ല ഉണക്കമീൻ തിന്നുന്ന നല്ല കൂടിയ ഈന്തപ്പഴം, മുന്തിയ ഈന്തപ്പഴം. ഈ ലുലുവിലൊക്കെ പോയ 1 കിലോ 2000 രൂപ വിലയുള്ള ഈന്തപ്പഴം ഉണ്ട്. അതിനകത്ത് ഇതുപോലെ ഒന്നില്ലെങ്കിൽ കശുവണ്ടി പരിപ്പ് അല്ലെങ്കിൽ ബദാമുള്ള സാധനം വെച്ചിട്ട് ഒരു സഭയുടെ സപ്പോർട്ടും വേണ്ട, ഒരു ബിഷപ്പിന്റെ ആവശ്യമില്ല. ചാറ പറ. അപ്പൊ എങ്ങനെയാ തുടങ്ങില്ല നമ്മള്? ഈ 35 വയസ്സിനുള്ളിൽ ഈ സ്ത്രീ, ഈ യുവതി എങ്ങനെ 5 പ്രസവം താങ്ങി എന്നുള്ളതാണ്. അത് ഇനിയിപ്പോ ജീവിച്ചിരിക്കേണ്ടെങ്കിൽ ഒരു 10 പ്രസവിക്കും, 45, 46 ആകുമ്പോ. അങ്ങനെ എത്രയോ 10 പറ്റവരെ എനിക്കറിയാം.